ഞാൻ രേഖ. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇഞ്ചിക്കറിയാണ്. അതിനുവേണ്ടി 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്, കാരണം അതിൻ്റെ സൈസ് എല്ലാം ഒരേപോലെ ആവണം മൂക്കുന്നതിന്. അതിന് വേണ്ടിയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇഞ്ചി വേണമെങ്കിൽ പിഴിഞ്ഞിട്ടാണ് വറുക്കുന്നതെങ്കിൽ വേഗം മൂക്കും. ഞാൻ പക്ഷേ പിഴിയുന്നില്ല. ഫ്ലെയിം ടെമ്പറേച്ചർ വളരെ കുറച്ച് വെച്ചിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് 2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുന്നു. ഇഞ്ചി ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി എണ്ണ പോരെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. കുറേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം മൂത്ത് കിട്ടും. പക്ഷെ ഞാൻ അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട് ഇഞ്ചി. ഇനി നമുക്ക് ആ പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇഞ്ചി വറുത്തത് ആറിയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ഇത്തിരി എണ്ണ ഒഴിച്ച് അതിനകത്തിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും, അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുന്നു. 2 കപ്പ് വെള്ളത്തിലാണ് പുളി കുതിർക്കാൻ വെച്ചിരുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് നോക്കിയിട്ട്, വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നു. ഇനി ഒന്ന് കുറുകുന്നിടം വരെ അതൊന്ന് തിളപ്പിക്കുക. ഏകദേശം കുറുകിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതാണ്. ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ അത് ഓഫാക്കിയ ശേഷമാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വറുത്തതിടുന്നത്. വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇഞ്ചിക്കറി. ഇനി ഈ പുളിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര അതും കൂടെ ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി അതിലേക്ക് കടുക് വറക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ, 1 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി, കറിവേപ്പില, 1/2 പച്ചമുളക്, കടുക് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കുക. എന്നിട്ടത് ഇഞ്ചിക്കറിയിലേക്ക് ഒഴിക്കുക. താങ്ക് യു.